ഒരാള് പ്രശാന്ത് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും പ്രശാന്ത്. ആദ്യമൊക്കെ ഞാൻ അവരോട് വിളിപ്പിക്കാൻ വേണ്ടി കുപ്പിയോരെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വിനീതേട്ടന്റെ ഒരു ഇന്റർവ്യൂല് വിനീതേട്ടൻ ഞാൻ പറയണ കേട്ടു, പ്രണവിനോട് മീശ പിടിക്കാൻ പറഞ്ഞപ്പോ പറ്റില്ല എന്ന് പറഞ്ഞു. അവര് പോയിട്ട് എന്തോ 2 മിനിറ്റ് എന്തോ പറഞ്ഞു, അതിനുശേഷം അവൻ പിടിച്ചു. അവസാനം പറഞ്ഞു നീ ഒന്ന് പിരിക്കൂ അല്ലെങ്കിൽ എന്റെ വില പോകും എന്ന് പറഞ്ഞു. എന്റെ കാല് ഞാൻ പിടിക്കാം, അപ്പു ഒന്ന് തിരിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അപ്പോഴും അവ ഇല്ലാന്ന് അപ്പു പറഞ്ഞത്. പക്ഷെ ആക്ഷൻ പറഞ്ഞപ്പോ അപ്പോ അത് ചെയ്തു. അതാണ് ബേസിക്കലി നടന്നത്. പിന്നെ വേറെ കുറെ സംസാരിച്ചു, പക്ഷെ അത് പറയാൻ പറ്റും. അദ്ദേഹത്തില് അവന്റെ ഒരു സീക്വൻസ് ഉണ്ട്. ഹോസ്റ്റൽ റൂമിനകത്തിട്ട് അവനെ എല്ലാവരും കൂടെ പീഡിപ്പിക്കും. അവനെ ജട്ടി ചുരി അവന്റെ വായിൽ വെക്കുന്ന ഒരു സീനുണ്ട്. ടേക്ക് പോയപ്പോ അവസാനം ഞാൻ ചെന്നിട്ട് പറയും നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഈ ജട്ടി ഞാൻ 3 ദിവസം ഇട്ടതാണെന്ന് പറഞ്ഞു. വിനീതേട്ടൻ ഈ പടത്തിനെ കുറിച്ച് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ആലോചിച്ച് എനിക്ക് വേണ്ടി ഒരു സീൻ എഴുതി. ഞാൻ പറയാം ആശാൻ ഇത് ഞാൻ ചെയ്യൂലെന്ന് പറഞ്ഞു. അപ്പോൾ വിനീതേട്ടൻ ആശാൻ്റെ അടുത്ത് പറയണ എടാ ഞാൻ ഇരുന്ന് നിനക്ക് വേണ്ടി എഴുതിയിട്ട് നീ അത് ചെയ്യൂല. ഞാൻ പറയാം ഞാൻ ഇങ്ങനെ പറയാം എന്റെ കുണ്ടി പോലും കാണൂല ആശാനെ. ഞാൻ ഇങ്ങനെ പറയാം. ഹൃദയം നടക്കുമ്പോൾ അപ്പുവിന്റെ മൊബൈലിൽ ഷോട്ട് സമയത്ത് നമ്മുടെ ട്രക്കിനെ തന്നിട്ട് അങ്ങ് പോകും. വരുമ്പോ അവന്റെ അപ്പാന്ന് എഴുതിയിട്ടുണ്ടാവും, വിളിക്കുന്നതാ. അപ്പൊ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് വിളിക്കുന്ന ലാലേട്ടൻ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് അടുത്ത പടത്തിന് വിളിക്കുകയും ചെയ്തു. നീ ഇല്ലാതെ ഞാൻ പടം ചെയ്യുവാടാന്ന് വെച്ചു. അത് തമാശയാണോ സീരിയസ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് വിളിച്ചില്ലേ അങ്ങോട്ട് വലിഞ്ഞേറി പോകും, ഉറപ്പാണ്. പ്രശാന്ത് അമരവിള വർഷങ്ങൾക്ക് ശേഷം ആട്, അരവിന്ദന്റെ അതിഥികൾ, അങ്ങനെ ഒരുപാട് സിനിമകളിൽ കലാ സംവിധാനത്തിലൂടെ നമ്മുടെ മലയാളികളുടെ എല്ലാം മനസ്സിൽ വന്ന ഒരു പേരാണത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിനൊപ്പമാണ് ഇന്ന് ഞാനുള്ളത്. നമസ്കാരം ചേട്ടാ. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായി പൊക്കോണ്ടിരിക്കുന്നു. വളരെയധികം നല്ല മികച്ച രീതിയിലാണ് പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് വർഷങ്ങൾക്ക് ശേഷത്തിന് വിശേഷം പറയാനുള്ളത്? വർഷങ്ങളെ വിശേഷം പറയുകയാണെങ്കിൽ ഒരു 24 മണിക്കൂർ പറയാനേ ഉള്ളൂ. അത്രത്തോളം വിശേഷങ്ങളുണ്ട്. അത്രത്തോളം എൻജോയ് ചെയ്ത സെറ്റാണ്. ഹൃദയത്തിനേക്കാളും നമ്മള് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്ത സെറ്റാണ്. എന്നുവെച്ചാൽ നമുക്കറിയാം വിനീത് ശ്രീനിവാസൻ, ധ്യാൻ എല്ലാവരും കൂടി ആവുമ്പോ തന്നെ ബേസിൽ ജോസഫ് എന്തായാലും ഒരു ബഹളമായിരിക്കും. അപ്പൊ പിന്നെ ആ സെറ്റ് എന്ന് പറയുമ്പോൾ അത്രയും ജോവിയലായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും. ഇപ്പൊ എനിക്ക് വേറെ പേഴ്സണലി ഞാൻ ചോദിക്കട്ടെ, ഈ വിനീതേട്ടന്റെ ഒരു ഇന്റർവ്യൂല് വിനീതേട്ടൻ ഞാൻ പറയണ കേട്ടു, ഞാന് പ്രണവിനോട് മീശ പിടിക്കാൻ പറഞ്ഞപ്പോ പറ്റില്ല എന്ന് പറഞ്ഞു. അവര് പോയിട്ട് എന്തോ 2 മിനിറ്റ് എന്തോ പറഞ്ഞു, അതിനുശേഷം അവൻ പിടിച്ചു. 2 മിനിറ്റ് എന്ന് പറഞ്ഞത് പറയാൻ പറ്റാത്ത വാക്കുകളുണ്ട്. അവസാനം പറഞ്ഞു നീ ഒന്ന് പിരിക്കൂ അല്ലെങ്കിൽ എന്റെ വില പോകും എന്ന് പറഞ്ഞു. എന്റെ കാല് ഞാൻ പിടിക്കാം, അപ്പു ഒന്ന് തിരിച്ചു നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അപ്പോഴും അവ ഇല്ലാന്ന് അപ്പു പറഞ്ഞത്. പക്ഷെ ആക്ഷൻ പറഞ്ഞപ്പോ അപ്പോ അത് ചെയ്തു. അതാണ് ബേസിക്കലി നടന്നത്. പിന്നെ വേറെ കുറെ സംസാരിച്ചു, പക്ഷെ അത് പറയാൻ പറ്റില്ല, സീക്രട്ട് ആണ്. പക്ഷെ അവൻ ചെയ്തു അടിപൊളിയായിട്ട്. ഭയങ്കര ഹാപ്പി ആയി. അതുമല്ല ആ സോങ് എങ്ങനെ ഷൂട്ട് ചെയ്ത് വിനീതേട്ടൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരു ഭാഗം ഇട്ടിട്ടുള്ളൂ, ഇനിയും 2 ഭാഗം വരാനുണ്ടായില്ല. അത്രമാത്രം കളിച്ച് എൻജോയ്. നമ്മള് ഹൃദയത്തില് ദർശന സോങ് ഷൂട്ട് ചെയ്ത് ഇതുപോലെ അതിലെ 7 ഇരട്ടിയായിരുന്നു ഈ സോങ് ഷൂട്ട് ചെയ്തപ്പോ. എല്ലാവരും ഒരുപോലെ വിനീതേട്ടനെ അവിടെ ഇന്ന വേർതിരിവ് അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത്. നമ്മൾ ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വിനീതേട്ടൻ്റെ ഒരു പടം ചെയ്ത് നോക്കാം. ഞാൻ ആശാനെന്ന് വിളിക്കുന്നത് ആശാനെ ഒരു പടമെങ്കിലും ചെയ്യണം. ചെയ്യുമ്പോഴേ അതിന്റെ ഒരു വൈബ് അറിയാൻ പറ്റും. അപ്പൊ ഈ വിനീതേട്ടനെ ആശാനെന്ന് വിളിക്കുന്നത് ഞാൻ പോസ്റ്റ് ഒക്കെ നോക്കിയപ്പോ മൊത്തം ആശാനെയാണ്. എന്തുകൊണ്ടാണ് ആശാനെന്ന് വിളിക്കാൻ തുടങ്ങുന്നത്? ആശാനെന്ന് വിളിക്കാൻ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എന്റെ ഫസ്റ്റ് പടം ആടൊരു ഭീകരജീവി. അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞുരാമായണം. അതിന്റെ ആർഡറായിട്ട് തേകുചേട്ടനായിരുന്നു. തേകുചേട്ടനാണ് എന്നെ ഈ സിനിമയിലോട്ട് കൊണ്ടുവന്നത്. സിനിമയിലോട്ട് ഞാൻ ആ കുഞ്ഞുരാമായണം പടത്തിൽ ആണ് ശരിക്കും സിനിമ എന്താണെന്ന്. 2ാമത്തെ പടമാണെങ്കിൽ പോലും എല്ലാവരോടും സിങ്കായി എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തത്. അന്ന് പരിചയപ്പെട്ടാണ് വിനീതേട്ടൻ. അപ്പം എല്ലാവരും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റി, നല്ല എൻജോയ് ചെയ്യാം. അങ്ങനെ ആശാനെ എന്ന് വിളിച്ചു തുടങ്ങി. അപ്പൊ അതെല്ലാം അമരു എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു നല്ലൊരു റാപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് ശരിക്കും ധ്യാനും ബേസിലിടുന്ന പോലെ നമ്മളിങ്ങനെ സംസാരിക്കാറുണ്ട്. ഇപ്പൊ പ്രശാന്തിന്റെ പ്രൊഫൈലൊക്കെ ഞാൻ നോക്കുമ്പോഴേ ഒരുപാട് വീഡിയോസ്, ഒരുപാട് സെലിബ്രിറ്റീസിനായിട്ടൊക്കെ അടുത്തിടപഴകുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം അത്രയും ക്ലോസ് ആയിട്ടുള്ള കുറെ പിക്ചേഴ്സ് ഞാൻ കണ്ടു, വീഡിയോസ് ഞാൻ കണ്ടു. നമ്മളങ്ങനെ പൊതുവെ എല്ലാവരും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പൊ വിനീതേട്ടനെ കാണുമ്പോ ഒപ്പം പോകണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പ്രശാന്തേട്ടന് അവരോടുള്ള അതേ സ്നേഹം നമുക്ക് തിരിച്ചുള്ളത് നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തത്? നമ്മളിപ്പോ ഒരു 30-40 ദിവസം ഒരുമിച്ചുള്ളതല്ലേ. പിന്നെ അവർക്ക് ഈ പ്രോപ്പർട്ടി കൊടുക്കാനും നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ കൗണ്ടർ അടിക്കും, സംസാരിക്കും. അങ്ങനെ ഇപ്പൊ നമ്മള് മാറി കഴിഞ്ഞാൽ അവരും മാറിക്കും. നമ്മൾ ചില ആർട്ടിസ്റ്റ് എന്റെ അടുത്ത് പുള്ളിക്കാരെ സാധനം പടം വർക്ക് ചെയ്തപ്പോ ഞാൻ മമ്മൂക്കയുടെ അടുത്ത് മിണ്ടാൻ ചെറിയൊരു പേടിയുണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പോൾ മമ്മൂക്ക തിരിച്ച് മിണ്ടിയില്ലെങ്കിലോ. അപ്പൊ മമ്മൂക്ക തിരിച്ചെടുത്ത് പറയാം
ഞാൻ അങ്ങോട്ട് മിണ്ടാൻ വരുമ്പോൾ നിങ്ങൾ മിണ്ടില്ലെങ്കിൽ എനിക്കത് മോശമല്ലേ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാൻ വരാത്തത് നമുക്ക് പറയുന്നുണ്ട്. എനിക്കത് നല്ല എപ്പോഴും മെമ്മറിയിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് രാവിലെ വരുമ്പോഴും മോർണിംഗ് തിരിച്ച് മോർണിംഗ് കിട്ടും, എവിടെ സുഖമാണോ, അപ്പൊ അങ്ങനെ ചോദിച്ച് കമ്പനി ആവുന്നതാണ്. പിന്നെ സിങ്ക് ആവും. നമ്മൾ അവരിൽ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒന്ന് മിണ്ടിയാൽ മതിയല്ലോ. ഇപ്പൊ ആശാൻ ഒറ്റ ആ വാക്ക് പറഞ്ഞതിന്റെ പേരിലാ നിങ്ങളുടെ ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ്. അതെനിക്ക് ഭയങ്കര ഗുണമായിട്ട് ഒരുപാട് ഫോൺ കോളും ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നതാണ്. എല്ലാവരും തെരയുമായിരുന്നു ആരാണ് ഈ അമരു. കാരണം അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ വേറൊരു ഇന്റർവ്യൂലാണ് എനിക്ക് തോന്നുന്നു പ്രശാന്ത് അമരവിളാന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. പിന്നെ നമ്മളെ ബോസ് ബേസിലായിട്ട് ക്രിക്കറ്റ് കളിക്ക് ഇതേപോലെ ധ്യാൻ ചെയ്യാട്ട് തർക്കം വന്നപ്പോ അതും ബേസിലായിട്ട് ഇന്റർവ്യൂല് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് ശരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഓസ്കാറാ ഞാൻ പറയുള്ളൂ. അവരെ നാവിന്ന് ആ പേര് ഓർമ്മ നിൽക്കുന്നുണ്ടല്ലോ നമ്മളെ. ഇനി ഞാനൊരു സെഗ്മെന്റ് പോലെ ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. അപ്പൊ എനിക്ക് അവരുടെ ഒപ്പമുള്ള ഒരു നല്ല മെമ്മറി അല്ലെങ്കിൽ അവരെ കുറിച്ച് ഒരു 2 വാക്ക്. തീർച്ചയായിട്ടും. ആദ്യത്തെ പേര് എന്താവും? വിനീത് ശ്രീനിവാസൻ. ആശ ഒരു ചേട്ടനെ പോലെ തന്നെ നമുക്ക് എന്തും തുറന്നു പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ ഇഷ്ടം വിനീതേട്ടൻ്റെ കൂടെയാണ്. കാരണം ഒരുപാട് പഠിക്കാനും ഒരുപാട് നമുക്ക് ഓരോ പടത്തിനും ഓരോ പുതുമയുണ്ടാവും. സ്ഥിരം കാണുന്ന ഒരു പരിപാടിയല്ലല്ലോ ആശാൻ. അത് വേറെ വൈബ്. അതിന് വേറെ എത്ര വലിയ പടം ചെയ്താലും എനിക്ക് കിട്ടില്ല. അപ്പം ഞാനും സുബിൻ ചിറയൻകീഴ് എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരാണ്. ഞാൻ അവനാണ് ആശാന്റെ കൂടെ നിൽക്കുന്നത് കൂടുതൽ. അത്ര കമ്പനിയാണ്. ഇപ്പൊ വിനീതേട്ടനെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് മെമ്മറി ആയിട്ട് പറയുന്നതായിരിക്കും? വിനീതേട്ടൻ ഈ പടത്തിനെ കുറിച്ച് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ആലോചിച്ച് എനിക്ക് വേണ്ടി ഒരു സീൻ എഴുതി. അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഞാൻ കണ്ടായിരുന്നു. അതല്ല ആ സീനല്ല, പക്ഷെ എനിക്ക് വേണ്ടി ആശാൻ ഒരു എഴുതി. അത് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആ പടം കണ്ടായിരുന്നോ? കണ്ടില്ല. അപ്പൊ അതിലൊരു സീനുണ്ട്. ധ്യാനും അപ്പം കൂടെ വെള്ളം അടിച്ചിട്ട് വരുമ്പോൾ ഒരാൾ ചൂട്ട് കെട്ടുവിട്ടായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എങ്ങോട്ടാ വെള്ളം അടിച്ചിട്ട് പോകണമെങ്കിൽ എന്റെ അച്ചി വീട്ടിലാടാന്ന് അപ്പു പറയും. അപ്പൊ ആ സീനാണ് എന്നെ കണ്ടുകൊണ്ടാണ് ആശ എഴുതിയത്. ശരിക്കും പറഞ്ഞാൽ ഇരുട്ടത് ഞാനെന്ന് പോലും അറിയില്ല അത് അഭിനയിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് എല്ലാം വന്നപ്പോ ആരെന്ന് അറിയില്ല. ഞാൻ പറയാം ആശാൻ ഇത് ഞാൻ ചെയ്യൂലെന്ന് പറയും. അപ്പൊ ഇനിയിട്ട് ആശ എന്റെ അടുത്ത് പറയണ എടാ ഞാൻ ഇരുന്ന് നിനക്ക് വേണ്ടി എഴുതിയിട്ട് നീ അത് ചെയ്യില്ല. ഞാൻ പറയാം ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്റെ കുണ്ടി പോലും കാണൂല ആശാനെ. ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാരും ചിരിച്ചു. പിന്നെ ഫുള്ള് ADസും ടീമും എല്ലാരും വന്നിട്ട് പറഞ്ഞു ആ മലയാള സിനിമയുടെ വിനീത് ശ്രീനിവാസൻ നിനക്ക് വേണ്ടി എഴുതിയിട്ട് നീ അഭിനയിക്കുക. ഞാൻ ഒരിക്കലും ഞാൻ അഭിനയിക്കൂല എന്ന് പറയും. ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എല്ലാരും വേണ്ട എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഓക്കെ നീ ചെയ്യില്ലെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ സീൻ എടുക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ സെറ്റിൽ നിന്നൊക്കെ വലിഞ്ഞു. അപ്പൊ അവര് വേറെ ആളെ വെച്ചു. ആശാൻ തന്നെ പറഞ്ഞു ആരും അറിയില്ല, ആരെങ്കിലും ചെയ്തിട്ടാന്ന് പറയും. പിന്നെ വേറെ ഒരു വേഷമില്ല, ചെയ്യാനില്ല. ചെയ്യുന്ന പടത്തിലാണ് നമ്മൾ കൂടുതൽ അഭിനയിക്കണം. അപ്പൊ നമ്മൾ അസോസിയേറ്റ് ഡയറക്ടർ അഭയ് വാര്യറാണ് നിവിൻ പോളിയിലൂടെ ഒരു സാധനം എനിക്ക് തന്നു. നീ ഇവിടെ കയറി. അതാണ് അതിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. അതിൽ അങ്ങനെ നിന്നു. അതില് നിവിൻ പോളിയായിട്ട് ഒരുമിച്ച് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നിവിൻ പോളിക്കൊരു നല്ലൊരു ആ ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ നിവിൻ പോളി എന്തോ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഞാൻ എന്റെ കൈയിൽ നിന്ന് ഇങ്ങനെ അടിച്ചിട്ട് ഓക്കെ എന്ന് വെറുതെ ഞാൻ കൈ നിട്ടതാ. പക്ഷെ അത് വർക്കൗട്ടായി. അതൊരു 1/2 മണിക്കൂർ നിവിൻ പോളിയും വിനീതേട്ടനും കൂടെ കിടന്ന് ചിരിച്ച് മാരിച്ച് അത് ഭയങ്കര ഒരു ഓർമ്മയാണ്. ഹൃദയത്തിലും അതുപോലെയാ വിനീതേട്ടൻ. അതെന്താ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടോ ആശാനായിട്ട്? ഇല്ല. ഒരു തവണ എടുക്കുമ്പോ മനസ്സിലാവും. ഒരു രക്ഷ. 2 ധ്യാൻജി പിന്നെ പറയേണ്ട കാര്യം വേറെ ലെവലാണ്. വെച്ചാൽ നല്ലൊരു കോംബോ നമുക്ക് എല്ലാവരും. രണ്ടാമത്തെ ആള് പ്രണവ് മോഹൻലാൽ അപ്പുവെ സംബന്ധിച്ച് വേറൊരു നമ്മള് ലാൽ സാറിന്റെ മോനെന്ന ലെവലിൽ അവനെ കാണേ വേണ്ട. കാരണം ഈ പടത്തില് അവന്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് വയലിനാണ്. അപ്പൊ ഞാൻ ആർട്ട് വണ്ടിക്കകത്ത് കയറ്റി ഒരു പെട്ടിയിൽ കണ്ടിന്യൂറ്റി സാധനം ഒരു പെട്ടിയിൽ വയ്ക്കാറ്. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് നിന്റെ പെട്ടി, ഇതാണ് നിന്റെ പ്രോപ്പർട്ടി, ഷോർട്ടാകുമ്പോൾ വന്ന് എടുത്തോളാം, തിരിച്ചു കൊണ്ട് വെച്ചോളാം. നമ്മൾ അറിയ പോലും വേണ്ട, അവന്റെ പ്രോപ്പർട്ടി അവൻ എടുത്തോളും, അവൻ വച്ചോളും. ബ്രേക്ക് ടൈം ചിലപ്പം സെറ്റ് വണ്ടി വന്നിരിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടെ ഉണ്ടാവും. കല്യാണിയും അപ്പു എല്ലാവരും. ഈ അപ്പുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരാളാണ്. ഒരു ജാടയും ഇല്ലാത്ത ഭയങ്കര നോർമലായി ഹാപ്പി ആയി ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഫ്രീ ബേർഡ് ആണ് പ്രണവ്. നമ്മളിപ്പോ മോലാന്റെ മോനാണെന്ന് പറഞ്ഞിട്ട് അവന് ബഹുമാനം കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇഷ്ടം കാണില്ല. ഇഷ്ടമല്ല. നമ്മളെ കൂടെ വൈബിൽ സെറ്റായി ഇങ്ങനെ നടക്കുന്ന ഒരു വൈബുള്ള മനുഷ്യനാണ്. അടിപൊളിയാവൻ. പ്രണവിനെ കുറിച്ചുള്ള മെമ്മറി ഉണ്ടോ? അവനൊരു മറക്കാൻ പറ്റാത്തൊരു മെമ്മറി? അതിനെ കുറിച്ച് മറക്കാൻ പറ്റാത്ത എനിക്ക് ഓർമ്മ പറഞ്ഞത് ഹൃദയത്തിലൊരു സംഭവം. ഇതിലും ഉണ്ട്. ഹൃദയത്തില് അവന്റെ ഒരു സീക്വൻസ് ഉണ്ട്. ഹോസ്റ്റൽ റൂമിനകത്തിട്ട് അവനെ എല്ലാവരും കൂടെ പീഡിപ്പിക്കും. അവനെ പിന്നെ ജട്ടി ചുരി അവന്റെ വായിൽ വെക്കുന്ന ഒരു സീനുണ്ട്. ഓർമ്മയുണ്ടോ എനിക്കറിയില്ല ഇതിനകത്ത്. ഇപ്പൊ 1, 2, 3 ടേക്ക് പോയപ്പോ അവസാനം ഞാൻ ചെന്നിട്ട് പറയും നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഈ ജട്ടി ഞാൻ 3 ദിവസം ഇട്ടതാണെന്ന് പറഞ്ഞു. ഞാൻ തമാശയ്ക്ക് പറഞ്ഞ ഇതവൻ ചിരിച്ച് അടുത്ത ടേക്ക് ഓക്കെ ആയി. കുറെ പോയിട്ടുണ്ട് അവനെ കുറിച്ച്. പിന്നെ ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഒരു ഏരിയയിൽ സ്മോക്ക് ഇങ്ങനെ വെക്കൊണ്ടിരിക്കുക. ഞാൻ ചായയുടെ സ്മോക്ക് എടുത്ത് മാറ്റാന്ന് പറഞ്ഞപ്പം അപ്പു ആ ചട്ടിയും കൊണ്ട് അങ്ങ് പോകണം. അത് അപ്പു
അവന് സ്മോക്ക് ഇടും നമ്മളെ കൂടെ. ഞാൻ ആർട്ടിൽ കൂടെ നിൽക്കും അവൻ. അത് ഞാൻ പറയാം, അവൻ നമ്മളെ മനസ്സിൽ വിചാരിക്കാത്ത ഒരാളാണ്. അത്രയും സിമ്പിൾ ആയി 2 പടം ചെയ്യേണ്ട ഒരു ഭാഗ്യം കിട്ടി അവന്. പിന്നെ വർഷത്തിൽ 1 തവണ വിളിക്കും അവനെ പിറന്നാണ്. അന്ന് എടുക്കൂല, 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു കോൾ ചെയ്യും. തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും. വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നിൽക്കും, കാരണം കട്ട ഇംഗ്ലീഷ്. അതുകൊണ്ട് ഞാൻ പിന്നെ വോയിസ് അവൻ ഞാൻ ഇടത്തോളൂ. അതുകൊണ്ട് അടിപൊളി മെമ്മറി, അടിപൊളി മനുഷ്യൻ, അടിപൊളി. ഒന്നും പറയാനില്ല, ഒരു അഹങ്കാരവും ഇല്ല, ഒരു ജാടയില്ല, ഒന്നുമില്ലാത്ത. അമ്മ അതുപോലെ സുചിത്രേച്ചിനായിട്ടൊരു ബന്ധമുണ്ടോ? കണ്ടിട്ടുള്ള പരിചയമാണ്. പിന്നെ കാണുമ്പം ഈ പടത്തിൽ ഞാൻ കണ്ട ഉടനെ തന്നെ അമരു സുഖമാണോ, ഞാൻ ചേച്ചി സുഖമാണെന്ന് പറയും. അങ്ങനെ കാണുമ്പോ നമ്മളെ അറിയാം, കോണ്ടാക്ട് ഇല്ല, വിളി അങ്ങനെയൊന്നും. നല്ലൊരു റെക്കഗ്നിഷൻ ആണല്ലോ. അതെ അതെ അതെ. ലാലേട്ടനായിട്ടോ? ലാലേട്ടനെ 2 തവണ ലൊക്കേഷനിൽ വന്നു ഹൃദയ സമയത്ത്. അപ്പോഴും അപ്പു പരിചയപ്പെടുത്തി ആ ഒരു ഇത് തന്നെ. ഈ തവണയും ലൊക്കേഷനിൽ വന്നു. അപ്പൊ അങ്ങനത്തെ പരിചയം അല്ലാതെ ഇതുവരെ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇല്ല, അതൊരു ഡ്രീമാണോ? ഒരു പടം കിട്ടിയ കമ്പനിയാവും. കോൺഫിഡൻസ് ആയിട്ട്. പിന്നെ വേറെ എന്താ പറയാ, ഈ ഹൃദയം നടക്കുമ്പോൾ അപ്പുവിന്റെ മൊബൈലിൽ ഷോർട്ട് സമയത്ത് നമ്മുടെ ട്രക്കിനെ തന്നിട്ട് അങ്ങ് പോകും. വരുമ്പോ അവന്റെ അപ്പാന്ന് എഴുതിയിട്ടുണ്ടാവും, വിളിക്കുന്നതാ. അപ്പൊ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് വിളിക്കുന്ന ലാലേട്ടൻ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട്. അങ്ങനെയൊക്കെ കുറെ കോമഡിയുണ്ട്. അപ്പുവിന്റെ കൂടെയുള്ള അസിസ്റ്റന്റ്, അപ്പുവിനെ നോക്കുന്ന ഒരു ഉണ്ണി ഒരാളുണ്ട്, മേക്കപ്പ് കാര്യങ്ങളൊക്കെ നോക്കും. അപ്പൊ അവൻ ഈ ഹൃദയത്തിലൊക്കെ അഭിനയിച്ചപ്പോ അപ്പു അവന് മേക്കപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കമ്പനിയാണ്, അടിപൊളിയാണ്, രക്ഷയില്ല. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻജി കുഞ്ഞിരാമനത്തിൽ വെച്ച് പരിചയപ്പെട്ട ആളാ. ധ്യാൻജി നേരെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും, എന്താണെങ്കിലും. ഞാൻ ഈ പടം പറഞ്ഞ ധ്യാൻജി ഈ പടം ഇറങ്ങാൻ നേരത്ത് ധ്യാൻജിയുടെ മാർക്കറ്റ് മാറും, ടേണിംഗ് പോയിന്റ് ആണെന്ന് പറയും. അപ്പൊ എന്നൊരു തെറിയും വിളിച്ചിട്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ച സിനിമ ഇറങ്ങണം എന്നോടാ പാലാ നീ എന്ത് ടേണിംഗ് എന്ന്. ഒരു രക്ഷയില്ല മനസ്സിൽ. ഞാൻ പറയാം, ഈ ടീം എന്ന് പറയുമ്പോൾ എന്നെ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന നിങ്ങൾ വിനീത് ശ്രീനിവാസൻ ടീമല്ലേ സംഭവം അറിയുന്നത്. അതൊരു ഭാഗ്യമൊന്നും ഞാൻ കണക്കാക്കണം. പിന്നെ ബേസിലേട്ടൻ, പിന്നെ ബേസിൽ ജോസഫ് ആളെങ്ങനെയാ അടിപൊളിയും. ഇവരുടെ ആശാന്റെ കൂടെ ഉള്ള എല്ലാവരും ഇതേ ട്രാക്ക് തന്നെ. ഇപ്പൊ നീൻ പോലോട് ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, വർക്ക് ചെയ്തിട്ടുമില്ല. ഈ പടത്തിലാണ് കാണുന്നത്. ഞാൻ പുറമേ കേട്ടുള്ളത് പുള്ളി ഭയങ്കര ജാടയാണ്, പുള്ളി ആരും മൈൻഡ് ചെയ്യില്ല, അങ്ങനെ ഇതൊക്കെയാണ്. ഞാൻ ഈ ഒറ്റ വന്ന അന്ന് പോലെ ഞാൻ പരിചയപ്പെട്ടു. അടിപൊളി മനുഷ്യൻ. അതിന് വിനീതേട്ടന്റെ സെറ്റ് ആയതുകൊണ്ടാണോന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ ഇതൊക്കെ അടിപൊളിയാവും, അടിപൊളി. എനിക്ക് ഭയങ്കര ഇനി വർക്ക് ചെയ്യണമെന്ന് സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര സപ്പോർട്ടിങ് അല്ലേ പുള്ളി. ആ ഒരു സപ്പോർട്ട് വന്നോണ്ട് നമ്മളിങ്ങനെ ഇളകി അഭിനയിച്ചത്. പുള്ളിയുടെ ഡയലോഗൊക്കെ ഇപ്പൊ വൻ വൈറലല്ലേ. അതെ, അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇരിക്കുകയല്ലേ. ഞാൻ പറയാം, ആ ഒരു ഒറ്റ വോക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, അടിപൊളിയായിരുന്നു. അഭയ് വാര്യരാണ് നമ്മളെ ആന്റണിയിൽ അഭിനയിച്ചിട്ടുണ്ടവൻ. ശ്രീ സാറിന്റെ അസോസിയേറ്റാ, അത്ര എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഈ പടം ഷൂട്ട് ചെയ്തവർ 46 ദിവസമാണ്. 46 ദിവസം ഈ കാലഘട്ടം വെച്ചിട്ട്. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിരുന്നു എല്ലാവരുമായിട്ട്. നല്ല മഴയും അതിന്റെ ഇടയിലൊക്കെയാണ്. അപ്പൊ വിനീതേട്ടന് കൂടെ അങ്ങ് ഇറങ്ങും, ലുങ്കിയെടുത്ത് കൊടുത്ത് ചെരുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങ് ഇറങ്ങും. അപ്പൊ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല, എല്ലാവരും ഇറങ്ങും. ഇങ്ങനത്തെ ഒരു ഇതാണ്. ഇന്നസെന്റ് ഏട്ടനായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇന്നസെന്റ് ഏട്ടൻ ഞാൻ ഒരു ആഡേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ആഡ് ഒരു പുള്ളിക്കാര സ്റ്റാർ തുടങ്ങിയ പടം, അടിപൊളി മനുഷ്യൻ. ഇപ്പൊ നമുക്ക് ഓർമ്മിക്കാൻ കുറെ ഓർമ്മകൾ വന്നിട്ട് പോയ അത്ര ഒരു പടം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. അടിപൊളി ഉണ്ടായിരുന്നു പുള്ളി. സമയം പോണ അറിയില്ല. കല്യാണി പ്രിയദർശനോ? അതിന് വേറെ ലെവല. ഈ അപ്പുവിന്റെ അതേ ക്യാരക്ടർ തന്നെ. ഞാൻ അവിടെ വേറൊരു പ്രിയദർശന്റെ മോളാണെന്നുള്ള ഒരു ഇതില്ല. വർക്ക് കഴിഞ്ഞപ്പം പുള്ളി നമ്മളെ പേരൊക്കെ വെച്ച് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മിസ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മളിപ്പോ ഒരു മെൻഷൻ ചെയ്താലും മെൻഷൻ ചെയ്യും, സ്റ്റോറി കിട്ടും. അതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. എല്ലാരും നല്ല ആ ടീമിന് നമുക്ക് പ്രത്യേകിച്ച് ആരും ഒന്നും നമുക്ക് നെഗറ്റീവ് പറയാനില്ല, പോസിറ്റീവ് ഉള്ള എല്ലാരും അടിപൊളിയാ. ആ ടീമിൽ ഏറ്റവും കൂടുതൽ ചേർന്നത് ആരോടായിരുന്നു? വിനീതേട്ടനല്ല, അപ്പുവിനോട് തന്നെ. സെറ്റിൽ വിനീതേട്ടൻ ഇല്ലെങ്കിൽ അപ്പുവിനോട് തന്നെ നമ്മൾ ഫുൾ ടൈം സംസാരിച്ചും നടക്കാറ്. പിന്നെ നമ്മളെ DOP ക്യാമറ വിശ്വട്ടൻ, നമ്മളെ കോസ്റ്റ്യൂമർ ദിവ്യ ചേച്ചി. പിന്നെ ഇതിനൊക്കെ നമുക്ക് ഫ്രീഡം തരുന്നത് നമ്മൾ ആ ഡയറക്ടർ നിമേഷ് താനൂര്. നിമേഷ് ഏട്ടനാണ് ഫ്രീഡം തരുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ ആർട്ട് ഡയറക്ഷനിലേക്ക് എത്തുന്നത്? ഞാൻ ആദ്യം സീരിയലായിരുന്നു, ഒരു 7-8 വർഷം സീരിയലൊക്കെ ആയിരുന്നു. അവിടെ നിന്നാണ് ഈ തേകുച്ചേട്ടനെ പരിചയപ്പെട്ടത്, ചിത്രാഞ്ജലി സ്റ്റുഡിയോ വെച്ച്. അങ്ങനെയാണ് ഫസ്റ്റ് പടം ആട്. ആടിന്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഫസ്റ്റ് സിനിമ എന്താണെന്ന് അറിയില്ല, പക്ഷെ സീരിയലിൽ നിന്ന് പോയതുകൊണ്ട് നമുക്ക് സകല ഉടായിപ്പം അറിയാം. പിന്നെ അവിടെ പോയി നമ്മൾ ചെന്ന് കയറി റോങ് ആവാൻ പറ്റില്ലല്ലോ. അപ്പൊ നിന്ന് പഠിച്ച് ഫ്രൈഡേ ആയിരുന്നു. എനിക്ക് ആ പടം കഴിഞ്ഞ് പറഞ്ഞ വിജയബാബു സാറും സാന്ദ്ര തോമസും അവരെല്ലാവരും എനിക്കൊരു ഷീൽഡൊക്കെ തന്നു. സീരിയലിൽ നിന്ന് സിനിമയിലോട്ട് വന്ന പ്രശാന്ത് അമരവിള എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഒരു അംഗീകാരമൊക്കെ എനിക്ക് അവിടെ തന്നായിരുന്നു. അതാണ് നമ്മൾ തുടക്കം അവിടെ നിന്നായിരുന്നു. ഇനി എന്താണ് ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമൊക്കെ? എന്താണ് ലക്ഷ്യം? 5 വർഷത്തിന് ശേഷം പ്രശാന്ത് അമരവിള നമ്മൾ എവിടെ എഴുതി കാണും? ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതിന്റെ
കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ദാസ എന്ന് പറയുന്ന പോലെ. ഈ സിനിമയിലെ ഈ ദാസൻ വിജയൻ ആ ഒരു സംഭവം വർക്ക്ഔട്ട് ആവാൻ കുറെ ശ്രമിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അവസാനത്തെ എൻഡിങ് ചെയ്യുന്ന ഡയലോഗ് അതാണ്. പക്ഷേ ആശാൻ ഇപ്പം ഒരു ഇന്റർവ്യൂല് പറഞ്ഞു അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അത് ഞാൻ കണ്ടു. പ്രണവ് ധ്യാന് അപ്പൊ നമ്മൾ അവരെ കണ്ട എങ്ങനെ ശ്രീനിവാസൻ മോഹൻലാൽ അങ്ങനല്ല, അങ്ങനെ കണ്ടിട്ടൊന്നും അല്ല ആശാൻ ചെയ്തത്. ബാക്കി ട്രോളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ്. സിനിമയുടെ സമയത്തും അതിനെ കുറിച്ച് ഷോർട്സ് ഒക്കെ എടുക്കുമ്പോഴോ ഹൃദയത്തിലൊരിക്കൽ പറഞ്ഞായിരുന്നു. ചെന്നൈയില് ആ ബീച്ചില് നടന്നു വന്നപ്പോഴും ദാസ വിജയ എന്നുള്ള ആ ബീച്ചില് അങ്ങനെ പറഞ്ഞു. ഇതിൽ അങ്ങനെ ഒന്നും പറയണ എന്റെ ചെവി കേട്ടിട്ടില്ല. കാരണം അത് ഭയങ്കരമായി ചർച്ചയാവുന്നുണ്ടായിരുന്നു. അതേ ഒരു ഇന്റർവ്യൂലും പരിപാടിയിലൊക്കെ ആയതാ. അങ്ങനെ ആശാൻ മനസ്സിൽ കണ്ടിട്ടില്ല എന്ന് ആശാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സെറ്റില് പ്രിയ സാർ വന്നിട്ടുണ്ട്. ഒക്കേഷനിൽ വന്ന സമയത്ത് സാറ് നമ്മൾ സെറ്റൊക്കെ കണ്ടിട്ട് ഭയങ്കര അവർക്ക് പറ്റിയൊരു നമ്മൾ അതേ ലോഡ്ജാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി നമ്മൾ ട്രെയിനൊക്കെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശ്രീനിവാസൻ സാർ എപ്പോഴെങ്കിലും വന്നിരുന്നോ? ഇല്ല ഇല്ല, അമ്മ വന്നിരുന്നു. അമ്മ വന്ന് കണ്ടിട്ട് പോയി. സാറിന് വയ്യാത്തതുണ്ടായിരിക്കും. അമ്മ ഒരിക്കൽ നമ്മളെ ഇവിടെ അരൂര് സെറ്റിന്റെ സമയത്ത് അവിടെ വന്നു എല്ലാവരുമായിട്ട്. ശ്രീനിവാസൻ സാറിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മേരാനം ഷായി എന്ന് പറയുന്ന പടത്തിൽ. ഭയങ്കര ഞാൻ പുള്ളിയെടുത്ത് സാർ ചായ എടുക്കട്ടെ എന്ന് വെച്ച് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നുള്ള കൗണ്ടർ, അങ്ങനെയുള്ള കൗണ്ടറല്ല കൂടുതലും പറയുന്നത്. അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട്. ശ്രീനിവാസേട്ടനെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് 5 വർഷത്തിന് ശേഷം ഡയറക്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ആർട്ട് ഡയറക്ടർ അവിടെ ആഗ്രഹം. ആർട്ട് ഡയറക്ടറായിട്ട് എന്നെ ആദ്യമായിട്ട് കുംബ്ലങ്കി നൈറ്റ്സ് പടം നടക്കുമ്പോൾ ഷൈജു കാലിത്ത് ക്യാമറമാൻ തമാശ എന്നൊരു പടം നീ ചെയ്യുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ എനിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പം ഇല്ല ചേട്ടാ ഞാൻ കുറച്ചുകൂടെ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ആർട്ട് ഡയറക്ടർ ആവണം താല്പര്യമുണ്ട്. പക്ഷെ കുറച്ച് ബാധ്യതയൊക്കെ തീർന്നിട്ട് ആവാന്ന് വിചാരിച്ചു. കുറച്ചുകൂടി സെറ്റ് ആയിട്ട്. അല്ല ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഹാപ്പി ആയിട്ട് അങ്ങ് പോയാൽ മതി. അതാണ് സന്തോഷം. ഹാപ്പി ആയിട്ട് ഡയറക്ടർ ഇത് നല്ല പണിയുണ്ട്, ഇത്തിരി ടെൻഷൻ പിടിച്ചാണ് എങ്കിലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? എന്തായാലും നമുക്ക് ടൈറ്റിൽ ഇങ്ങനെ പ്രശ്നം തമ്മിലുള്ള ആ ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു ആഗ്രഹമുണ്ട്. ഇതുവരെ ആയില്ലേ വരും. ഡയറക്ഷനിലേക്ക് താല്പര്യമുണ്ടോ? ഡയറക്ഷനിലൂടെ താല്പര്യമുണ്ട്. അതിനുള്ള സ്റ്റെപ്പ് ഒക്കെ എടുത്ത് സ്റ്റെപ്പ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഞാനും സുബിൻ ചിറയൻകീഴ് എന്ന് പറഞ്ഞ അവനാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. നമ്മൾ രണ്ടുപേരും കൂടെ ഡയറക്ട് ചെയ്യാനുള്ള പരിപാടി പ്ലാനാണ്. പിന്നെ ഇതിനേക്കാൾ ഇനി എടുത്തു പറയാൻ ഒരാളെന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, പ്രമോദ് മണി ആർട്ടിസ്റ്റാണ്. പ്രമോദ് മണി സുജയ് എന്ന് പറയാം നമ്മളെ ചങ്ക. അവര് കാരണമാണ് ഞാൻ സിനിമയിലോട്ട് വരാനും കാരണം. സീരിയൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ തേവച്ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടല്ലോ. പെട്ടെന്നാണ് എന്നെ വിളിച്ചത്. നീ നേരെ പൂപ്പാറയിൽ വരാൻ പറഞ്ഞു, ഇടുക്കിയില്. ഞാൻ പറഞ്ഞു ആ ശരിയായിട്ടാന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത് ചോദിച്ചു. ഞാൻ പറയണ്ട ഞാൻ പോകുന്നില്ല, ശരിയാവില്ല, നമുക്ക് ഇവിടെ സീരിയൽ തന്നെ പറയാം. അപ്പൊ അങ്ങനെ അവരാണ് എന്നെ 500 രൂപയും തന്ന് ബസ് കയറ്റി വിട്ടത് സിനിമയിൽ. നീ സിനിമ കയറിയാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നെ നിർബന്ധിച്ച് തള്ളി ഉന്തി കയറ്റി വിട്ടത്. അതില് പ്രമോദ് മണി ഇപ്പൊ ഞാൻ ചെയ്യുന്ന വർക്കിലെല്ലാം അവൻ അഭിനയിക്കുന്നുണ്ട്. ഈ പടത്തിന് വിളിച്ചവൻ വേറെ പടത്തിലായിരുന്നു അവൻ. ഇനി അവന്റെ ഒരു പടം ഇറങ്ങാറുണ്ട്, ദിലീപ് ഏട്ടന്റെ ഒരു പടത്തിലുണ്ട്. അവരും സിനിമയിൽ ആക്റ്റീവായി തുടങ്ങി. ഇപ്പൊ വിനീത് ശ്രീനിവാസനെ അഭിനയിക്കുമ്പോഴാണോ ഡയറക്ട് ചെയ്യുമ്പോഴാണോ പുള്ളി? എനിക്കിഷ്ടം ഡയറക്ട് ചെയ്യുമ്പോഴാണ്. ഡയറക്ട് ചെയ്യുമ്പോൾ അതെന്താ വേറൊരു മാജിക് ആശാന്റെ ഡയറക്ട് ചെയ്യുമ്പോൾ. കാരണം എന്താ പറയാ, എല്ലാം ഉള്ളിൽ സിനിമയുണ്ട് ആശാന്റെ. നമ്മൾ പോയിട്ട് അങ്ങനെ സാർ ഫോക്കസ് ഔട്ടായി സാർ ഉൺമോർ എന്ന് പറഞ്ഞാലും ഒറ്റ സെക്കൻഡ് പ്ലേ ബാക്ക് നോക്കിയിട്ട് ഞാൻ അത്ര യൂസ് ചെയ്യുള്ളൂ, അത്രയും മതി. നമുക്ക് മോണിറ്റർ ഒന്നുമില്ല, മോണിറ്റർ ഇല്ല, സ്പോട്ടില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ചെറിയൊരു മോണിറ്റർ ആശാൻ നോക്കാനുണ്ട്, ബാക്കിയെല്ലാം മനസ്സിലെടുക്കും. അതുകൊണ്ട് ഭയങ്കര ഇതാണ് അമ്മോ രക്ഷ. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് പണിയടക്കും. ലാഗുകളൊന്നുമില്ല, ഒരു ലാഗ് എന്ന് പറഞ്ഞില്ല. പക്ക 1 മണിക്കൂർ കറക്റ്റ് റെസ്റ്റ് ഒക്കെ തന്ന എല്ലാവർക്കും, ടെക്നീഷ്യന്മാർക്കും എല്ലാം. ഞാൻ പറയാം എല്ലാവരും ഒരു വോളമാണ്. നമ്മളൊരു ഫുൾ 450-500 ക്രൗഡ് വെച്ച് രാവിലെ 7 മണിക്ക് ഷോട്ട് എടുക്കുക. ആലോചിച്ച് നോക്കി, ഇത്രയും പേരെ ഈ കാലഘട്ടത്ത് പഴയ ഗെറ്റപ്പാക്കി അത്ര അവരും കൂടെ സപ്പോർട്ട് ചെയ്യും. പാട്ടൊക്കെ പാടി ആശാൻ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ചെയ്ത് ഒരു രക്ഷ. അത് പറയുമ്പോൾ തന്നെ രോമാഞ്ചം എണീറ്റിരിക്കണം. അത്ര ഒരു വൈബാണ് ആശാൻ കൂടെ വർക്ക് ചെയ്യാൻ. ഞാൻ ഈ പടങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പാക്കപ്പ് ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ആശാനെ അടുത്ത പടത്തിന് വിളിക്കുകയും ചെയ്തു. നീ ഇല്ലാതെ ഞാൻ പടം ചെയ്യുവാടാന്ന് വെച്ചു. അത് തമാശയാണോ സീരിയസ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആശാന്റെ ഒരു ഒറ്റ മറുപടി. വേറെന്ത് വേണം, വിനീത് ശ്രീനിവാസനല്ലേ പറയും. പുള്ളിക്കാരനെ കാണാനും കൂടെ നടക്കാനും എനിക്ക് എത്ര മെസ്സേജ് വരുന്നുണ്ട്. ആ പുള്ളി നമ്മുടെ ഇങ്ങനെ സംസാരിക്കാനും. ഓ അജുവേട്ടൻ വേറെ ലെവലാ. ഞാൻ പറയും ഈ ടീം ആർക്കും നമുക്ക് ഒരു നെഗറ്റീവ് പറയാനില്ല. നീരജ് അടക്കം വരെ, നീരജ് വരെ വന്നാലും അടിപൊളിയാണ്. ഫുൾ ക്രൂ രക്ഷയില്ല. ഇനി നമുക്ക് ആർട്ട് ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ അരവിന്ദന്റെ അതിഥികൾ എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു ആർട്ട് വർക്കിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സിനിമയായിരുന്നു അരവിന്ദന്റെ അതിഥികൾ. പക്ഷെ അതിന്റെ ആർട്ട് വർക്കിനെ അത്രത്തോളം പ്രശംസിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ആൾക്കാർ അതിന്റെ ആർട്ട് വർക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. അതിന്റെ ആർട്ട് ഡയറക്ടറും നിമേഷ് താനൂരാണ്. ഇതിന്റെ ആർട്ട് ഡയറക്ടർ. കാരണം വിനീത് ഏട്ടന്റെ പടത്തിലെല്ലാം നിമേഷ് ചേട്ടനാണ്.
അപ്പോഴേ ഞാൻ ഈ കുഞ്ഞിരാമയുടെ മാത്രമാണ് ത്യാഗു ചേട്ടൻ. അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ ആശാനോട് ചോദിച്ചു, ആശാൻ അടുത്ത പടത്തിന് നമ്മളെ ഈ ടീമിൽ വയ്ക്കുമെന്ന് ചോദിച്ചു. അപ്പോഴും ആശാൻ പറയടാ എന്റെ പടത്തിനൊക്കെ നിമേഷ് താനൂരാണ് ഉള്ളതെന്ന് പറയും. അപ്പൊ ഞാൻ ഈ നിമേഷ് താനൂർ ആരാന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ എന്റെ അതിനുശേഷം നിമേഷ് താനൂരുടെ ഫസ്റ്റ് പടമാണ് അറിയുന്നില്ല അധികം. മൂകാംബിക, കുടജാത്രി, കുംഭകോണത്തൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. നമ്മള് അഴിഞ്ഞാടി എന്ന് പറയൂലേ, ആ അവസ്ഥയായിരുന്നു ആ പാട്ട്. അപ്പൊ അതിന്റെ എഫേർട്സ് ഒക്കെ എങ്ങനെയായിരുന്നു? അത് നമ്മളെനിക്ക് മൂകാംബിക സെറ്റ് ഫുള്ള് കട സെറ്റ് ഇട്ടതെല്ലാം കുംഭകോണത്താണ്. അങ്ങനത്തെ ഒരു ലോഡ്ജ് മൂകാംബികയിലില്ല. അതെല്ലാം സെറ്റാണ്. എല്ലാം ആ റാസാത്തി സോങ് എല്ലാം കുംഭകോണത്താണ്. ഇടയ്ക്ക് 2-3 കട്ടാണ് നമ്മൾ ആ മൂകാംബിക ഫ്രണ്ട് ബൈക്കിൽ പോണതും കാര്യങ്ങളും എല്ലാം ഉള്ളത്. നല്ല എൻജോയ് ചെയ്ത് വർക്ക്. ആ പടം കാണുമ്പോൾ അത്രയും ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ഉള്ള ഒരു സിനിമയാണ് അത്. പക്ഷെ അന്നൊന്നും നമ്മൾ ഈ ആർട്ട് ഡയറക്ഷനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ചർച്ച ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രോജക്ട് ചെയ്തതാണ് ഇപ്പം കിങ് ഓഫ് കൊത്ത. കിങ് ഓഫ് കൊത്തയെ കുറിച്ച് സംസാരിക്കുമ്പോ അതിലൊരു സീൻ അഭിനയിച്ചു, അത് വന്നില്ല എന്നുള്ളൊരു സങ്കടം. യാദൃശ്യമായിട്ട് അഭിനയിച്ചു, യാദൃശ്യമായിട്ട് തിയേറ്ററിലും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കൂട്ടത്തുള്ള ആള്. അത് ഞാൻ പോസ്റ്റ് ചെയ്യാം. തലക്കിട്ടിരിക്കുന്ന ഇക്ക തലയിലിട്ട് ഇരിക്കുന്ന ഒരു പരിപാടിയാണ്. അല്ല അഭിച്ചേട്ടൻ തന്ന വേഷമായിരുന്നു. പക്ഷെ ലെന്ത് കൂടുതലായപ്പോ അത് കട്ടായിപ്പോയി. അങ്ങനത്തെ ഒരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റും. ജോയ് സാറിന്റെ വലിയൊരു ടീമാണ്. ഇക്ക അടിപൊളിയാണ്. എനിക്ക് ആ പടത്തിൽ ഏറ്റവും ഭയങ്കര ഞാൻ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ, ഞാൻ ഇക്കയ്ക്ക് നമ്മള് കാരക്കുടിയിലാണ് ഷൂട്ട് ചെയ്തത്, തമിഴ്നാട്. അപ്പൊ ഇക്ക രാവിലെ ഒന്ന് ഇറങ്ങുന്ന ഒരു ലുക്ക് വേറെ. ഇക്ക വന്ന് കാറിലൊക്കെ വന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഇക്ക കയറി പോകുന്ന നേരത്ത് ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ സമയത്ത് ഇക്ക വന്ന് ഇറങ്ങിയതും ഞാൻ ഡോറിങ്ങനെ തുറന്നു കൊടുത്തു. അപ്പൊ അത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി റീച്ചായി. ആ വീഡിയോ റീച്ചായപ്പം പിറ്റേ ദിവസം വന്നിട്ട് ആ വാള് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. വാളുകൊണ്ട് ഇക്കയ്ക്ക് കൊടുത്തപ്പോൾ ഇക്ക ഞാൻ പറഞ്ഞു, ഞാൻ ഇക്കയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടു, ഞാൻ നിന്നെ ഫോളോ ചെയ്തല്ലോ എന്ന് പറഞ്ഞു. ഞാനത് കേട്ടതുകൊണ്ടല്ലോ ഞെട്ടിപ്പോയി. ഞാൻ ഇക്ക അങ്ങനെ പറഞ്ഞപ്പോ ഒരിക്കലും നമ്മളൊരാളെ പ്രതീക്ഷിക്കുന്നില്ല. ഫോളോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവം. പക്ഷെ എനിക്ക് ഭയങ്കര ദുൽഖർ സൽമാൻ ഫോളോ എന്ന് പറയാൻ ഭയങ്കരതായി. പിന്നെ അതിന് പിന്നെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് ഞാൻ ബിൽഡപ്പിലൊക്കെ പോസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കര ഒരു ഇക്കയുടെ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് എങ്ങനെയാ? നല്ല പണിയായിരുന്നു. ആ കാണുന്ന കൊത്ത ടൗണും ആ പടം ഫുള്ള് സെറ്റ് ആയിട്ട് നിമേഷ് ചേട്ടൻ നല്ല പണിയായിരുന്നു. നല്ല ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ടൊക്കെ. എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത ആ ടീമും അടിപൊളിയാണ്. പെരുമ്പള്ളി ടീം അവരെല്ലാവരും ഡീക്കിന്റെ കൂടെ ഉള്ളവരൊക്കെ എല്ലാവരും ഒക്കെ അടിപൊളിയാണ്. എനിക്ക് ഇനിയൊക്കെ വർക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ ആരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പേടി തോന്നിയിട്ടുണ്ടോ? ജോഷി സാറിന്റെ കൂടെ പേടിയാന്ന്. പാപ്പൻ സിനിമ നിമേഷ് താനൂരായിരുന്നു അതിന്റെ ആർട്ട് ഡയറക്ടർ. പാപ്പൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ആശാന്റെ കൂടെയൊക്കെ നിൽക്കും പോലെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓടിച്ചത് മോഡലിന്റെ അടുത്ത് പോയി ഇങ്ങനെ ചെഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നു. ചുറ്റുമുള്ളവർ എല്ലാവരും എന്നെ നോക്കണം. എന്നെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ജോഷി സാർ, ഞാൻ ഭയങ്കര സാർ സോറി എന്ന് പറഞ്ഞു. ആ ഒരു മോഡലിന്റെ ബാക്കിലൊന്നും ഇങ്ങനെ കൂടി നിൽക്കില്ല സാറിന്റെ. ആ സാറിന് ഇരിപ്പിന്റെ ഒരു രാജാവ് പോലെ ഇങ്ങനെ ഇരിക്കല്ലേ. ഞാൻ മാറി 3-ന്റെ അന്ന് സാർ ഒന്ന് മോണിറ്റർ നോക്കണമെന്ന് പറഞ്ഞു. നല്ല പണിയായിരുന്നു ഭയങ്കര. അപ്പൊ അത് സാറിനോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു സീനിയറിറ്റിയുടെ ഒരു സംഭവമില്ലേ. അതെ, അടുത്ത പടം നമ്മളായിരിക്കും വിശ്വസിക്കുന്നു. റംബാൻ നിമിഷ് താനൂരായിരിക്കും വിശ്വസിക്കുന്നു. അത് ഫുൾ അമേരിക്കയിലെന്നൊക്കെ പറയാനില്ല. ഇപ്പൊ ഈ ആർട്ട് ഡയറക്ഷനിലെ ഒരു ഗുരു എന്ന് പറയുമ്പോ ആരായിരിക്കും? ആർട്ട് ഡയറക്ഷനില് ഗുരു എന്റെ ശരിക്കും പറയാം എന്നെ സിനിമയിൽ കൊണ്ടുവന്ന ഫസ്റ്റ് ത്യാഗു ചേട്ടനാണ് എന്നെ കുഞ്ഞിരാമായണം, അടിയപ്പേരെ കൂട്ടമണി, മേരാനാം ഷാജി ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ത്യാഗു ചേട്ടനാ. ത്യാഗു ചേട്ടൻ ഞാൻ എനിക്ക് കുറച്ച് കൊണ്ടുവന്നെങ്കിൽ പോലും 3-4 പടം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ദിവസം ജ്യോതിശങ്കർ, കുമ്പളങ്ങി നൈറ്റ്സ്, തൊണ്ടി മുതല്, പൂമരം, ജോസഫ്, അങ്ങനെയൊക്കെ. ജോതിശങ്കറുടെ ചെയ്തതിന് ശേഷമാണ് ഞാൻ നിമേഷ് താനൂരിലൂടെ പോയത്. ഇവരൊക്കെ ഒരു ടീമാ. അപ്പൊ ഞാൻ എല്ലാവരും അങ്ങനെ ഞാൻ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ആർട്ടിൽ കൂടെ വർക്ക് ചെയ്യാൻ അങ്ങനെയല്ലല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിമേഷനോട് വർക്ക് ചെയ്യാനും ത്യാഗു ചേട്ടൻ, ജോതിശങ്കർ, ഈ 3 പേർക്ക് എന്നെ ഇങ്ങനെ പടം മാറി മാറി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു ഭാഗ്യമുണ്ട്, നമുക്ക് മാറി പോവാല്ലോ. അല്ലാതെ ഇന്ന ആളോടെ വർക്ക് ചെയ്യണമെന്നും അങ്ങനെയൊന്നും. പിന്നെ നിമേഷ് ചേട്ടന്റെ അസോസിയേറ്റ് മനോജ്, അജേഷ്, അരുണ്, ഇങ്ങനെയുള്ള സുന്ദേട്ട, ഇങ്ങനെ കുറെ ടീമുണ്ട്. അപ്പൊ അവരൊരു പടങ്ങൾ വരുമ്പോ നമ്മളിങ്ങനെ ക്യാമറമാർ നമ്മളെ വിളിക്കും. ഒരു വലിയ ക്യാമറ ഒക്കെ പിടിച്ചു നോക്കിയിരിക്കുന്ന പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. ക്യാമറയിൽ ഒരു ആഗ്രഹമുണ്ട്. ക്യാമറയുടെ ആരാ ഇഷ്ടമല്ല? നിനക്ക് ഇഷ്ടമല്ലേ ക്യാമറ? പിന്നല്ലാതെ കാണുമ്പോൾ മനസ്സിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനത്തെ ഇൻഡസ്ട്രിയിൽ. നീ നമ്മുടെ നാട് കണ്ടില്ല, ഫുൾ തനി ഉള്ളിലാണ്, ഗ്രാമമാണ്. ഇവിടെ നാട്ടിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ആൾക്കാരൊക്കെ നാട്ടിൽ ഒരു വിലയില്ല. നാട്ടുകാരെ വില തരില്ല. പണ്ട് മുതലേ അങ്ങനെ നാട്ടുകാർ വില തരില്ലല്ലോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യണം ഇത്രയും പേരുടെ സെലിബ്രിറ്റീസിന്റെ കൂടെ ഇവിടെ ഉള്ളവര്. ഞാൻ പറയാം, ഞാൻ അച്ഛന് ഇവിടെ നമ്മളെ ക്രൂ ഫുള്ള് മരപ്പണിക്ക് പോണ ടീമുകൾ ഇവിടെ എല്ലാം സാറിന് പണിക്കാർ പോണ. ഇതിന്റെ ഇടയിൽ ഞാൻ മാത്രമാണ് ഇച്ചിരി വെറൈറ്റി ആയിട്ട് മാറി ഫീൽഡിലോട്ട് പോയത്. അപ്പൊ അവർക്ക് ഇൻസ്റ്റാഗ്രാം അടായത് പടം, അത് ഇന്ന പടം ഇന്നടുത്താണ്. ശരി, ഓക്കെ,
വലിയ വിലയൊന്നുമില്ല. അങ്ങനെ ഒരു വേറെ പണിക്കൊക്കെ കൂടിനൊക്കെ ചോദിക്കാറുണ്ടോ ആൾക്കാര്? നമ്മൾ എന്തെങ്കിലും പറയുമ്പോ നിങ്ങളൊക്കെ വലിയ സിനിമാക്കാര് അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോഴെല്ലാവർക്കും അറിയാലോ എന്താണ് പുച്ഛമാണോ അതോ ഇപ്പൊ അംഗീകരിച്ചു തുടങ്ങിയോ ആൾക്കാര്? അംഗീകരിക്കുകയോ ചെയ്യും. ഈ കുമ്പളങ്ങി നൈറ്റ്സിലെ വീടില്ലേ, ആ വീടിന്റെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ജ്യോതിശങ്കർ സെറ്റ് ഇട്ടതാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും സെറ്റൊക്കെ ഇട്ടിട്ട് ആ വീട് പഴക്കം വരുന്നതോറും പായലേക്ക് അതിൽ വരണം. ഉപ്പല് പായലേക്ക് വരും. നമ്മള് അല്ലാതെ പായൽ കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഉടനെ കളർ മിക്സ് ചെയ്തൊക്കെ പായലേ. അപ്പൊ അങ്ങനെയൊന്നും ശ്യാമേട്ടന് പറ്റൂല. പോത്തേട്ടന് റിയൽ പായൽ തന്നെ വേണം. അപ്പൊ നമ്മള് ജോഷിയുടെ ഇത് ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി നമ്മള് മോര് മുട്ടയൊക്കെ ഇട്ട് അങ്ങനെ ഒരാളെ നിർത്തി സ്പ്രേ ചെയ്യിപ്പിച്ച് റിയൽ ആയിട്ട് വന്ന പായലൊക്കെ. അങ്ങനെ ഹാർഡ് വർക്ക് എടുത്ത പണിയാ. അത്ര പണിയെടുത്ത പക്ഷെ അതിനൊരു ഔട്ട് നോക്കിട്ടേം ചെയ്തു. പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളെ ശ്യാമേട്ടൻ അവന്റെ കാലിൽ ഒരു മീൻ വയ്ക്കുന്നൊക്കെ ഒരു ഷോട്ട് ഉണ്ട്. അതെങ്ങനെ എടുക്കാന്നൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ ഷൈജു കാര്യത്തൊക്കെ ആദ്യം ട്രാക്കൊക്കെ ഇട്ട് ക്രെയിനൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്തിട്ട് നടന്നില്ല. അപ്പം ഷൈനി കഴിഞ്ഞ് നടന്നു പോയി ഒരു കാല് ബാക്കി പോണത് ഞാൻ കറക്റ്റ് ഈ കാലിന്റെ ഇടയിൽ മീൻ വെക്കണം. ടൈമിങ് ആയിരിക്കണം. നമ്മൾ ചെയ്തു അടിപൊളിയായിട്ട്. ഞാൻ ആ മീൻ കറക്റ്റ് കാലിന്റെ ഇടയിൽ ടൈമിങ് വെച്ചിട്ട് മീൻ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി എടുത്തിട്ട് മീൻ ഇങ്ങനെ പിടക്കുകയും ചെയ്യണം. പിടക്കുകയും വേണം. അതുപോലെ ഏറ്റവും ഡിഫിക്കൽട്ട് ചെയ്ത മറ്റൊരു ടാസ്ക് ഏതായിരിക്കും? ടാസ്ക് ഹൃദയത്തിൽ ദർശനയുടെ മുടി പറക്കുന്ന ഒരു സംഭവമുണ്ട്. അതിൽ അപ്പു പറയും മുടി പറപ്പിക്കാനാണോ ഇത്ര ടാസ്ക് ആയത്? ടാസ്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഫുൾ ഫ്രെയിമാ, വൈഡാ, ലൈറ്റും പോകുന്നു. ഒറ്റ ഗിംബൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ അപ്പു പറയും ചെയ്തു ദർശന നീ മുടി അടിച്ചിട്ട് വരുമ്പോഴാണ്. അപ്പൊ അവൾ ഇങ്ങനെ തിരിയുമ്പോഴ് ക്യാമറ കൂടെ ഫോളോ ചെയ്യണം. അപ്പൊ ഈ ചെറിയ സുബിൻ എന്ന് പറഞ്ഞാലും ഞാൻ പറയണ്ട ഒന്ന് കാറ്റ് കൊടുത്താലോ എന്ന് പറഞ്ഞു. ഉടനെ അത് ആശാൻ കേട്ടൂടാ, കാറ്റും കൊടുക്കണ്ട, പണി കിട്ടും, ലൈറ്റ് പോണ്, ലെന്ത് ഷോർട്ടാണ്, നീ വേണ്ട വിട്ടേക്കെന്ന് പറയും. പക്ഷെ എനിക്ക് കൊടുത്തേ പറ്റുമോ. എനിക്ക് ചില സാധനം മനസ്സിൽ വിചാരിച്ചു ഇങ്ങനെ വരും. ഉടനെ സുബിന് അപ്പൊ നമുക്ക് നോക്കും പറയാം അവൻ എന്താണ് എന്റെ ടേസ്റ്റ് അവന്റെ ടേസ്റ്റ് എന്താണ് നമുക്കറിയാം. ഓടി ലൂബോർഡ് കണക്ട് ചെയ്ത് ബ്ലോവർ എന്റെ കൈ കൊണ്ടുവന്ന് താഴെ കിടന്ന് എഴഞ്ഞ് കാരണം ഇങ്ങനെ ഫ്രെയിം ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഫ്രെയിം അല്ലേ, ക്യാമറയുടെ കൂടെ ഞാനും പോണം. നിന്ന് കഴിഞ്ഞാൽ ലൈറ്റും കട്ടാവും. അപ്പൊ ഇങ്ങനെ ബെൻഡായി കുരിഞ്ഞ് നമ്മൾ ഇങ്ങനെ ലൂബോർഡും ചുറ്റി കൊണ്ടിങ്ങനെ ഓടി ഇങ്ങനെ തിരിയുന്നതും ഞാൻ ഇങ്ങനെ അടിച്ചതും എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അടിച്ചത് എവള് തിരിഞ്ഞതും അടിച്ച് മുടി 48 ഫ്രെയിംസ് എന്തായിരുന്നു അടിച്ച് ഓക്കെ ഒക്കെ പറഞ്ഞ് പ്ലേ ബാക്ക് അടിച്ച് നമ്മൾ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. റീടേക്ക് ആണെങ്കിൽ പൊളിക്കും ആശാൻ. ലൈറ്റ് ഇല്ല, എല്ലാം ഭയങ്കര ഇതാ. ഇവളങ്ങ് തിരിഞ്ഞതും ദൈവത്തിന്റെ ഭയം ഒരു മുടി ഇങ്ങനെ നല്ല ഒരു വല്ലാത്തൊരു കറക്കോ. ആ പാട്ട് സോങ്ങിലുണ്ട്. അവിടുത്തെ ആശാന്റെ കൂടെ നമ്മൾ ചെയ്യണ ഒരു സാധനം ഓക്കെ കഴിഞ്ഞാൽ എല്ലാരും കയ്യടിയും ബഹളവും അങ്ങനെ. ഇപ്പൊ ഞാൻ നല്ലൊരു ക്രിയേറ്റ് എന്തെങ്കിലും സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ജയ് അങ്ങനെ ക്രൗഡ് ജയ് വിളിയൊക്കെ ഉണ്ട്. അപ്പൊ അത് കിട്ടാൻ വേണ്ടി എല്ലാരും വിനീതേട്ടൊക്കെ ജയ് വിളിക്കണം മൈക്കിൽ കൂടെ. അപ്പൊ അങ്ങനെ ഭയങ്കര പ്രോത്സാഹനമുള്ള സെറ്റാണ്. കുഞ്ഞിരാമായണത്തിലും അങ്ങനെയായിരുന്നു. ആരാണ് ഫസ്റ്റ് നമ്മളെ സീക്വൻസ് ചെയ്ത് വയ്ക്കും അവർക്ക് ഒരു പാക്ക് എടുത്ത് ഞാൻ മുട്ടായി. അങ്ങനെയൊക്കെയാണ് ഓഫർ. ഒക്കെ ഉണ്ട്. ഭയങ്കര രസമുള്ള ടീമായിട്ട് വർക്ക് ചെയ്യാൻ. സിനിമയെന്ന് അറിയില്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഡേയ്സ് പോണെന്ന് അറിയില്ല. ഇനിയിപ്പോ എന്താണ് അടുത്ത് വരാൻ പോകുന്ന സിനിമകൾ എന്തൊക്കെയാണ്? ഇനി ഇറങ്ങാൻ പോണത് വിനീത് കുമാർ ഡയറക്ട് ചെയ്ത പവി കെയർ കേറ്റർ എന്ന പടം. ദിലീപേന്റെ ഒരു പടം. ദിലീപേട്ട അടിപൊളി. ദിലീപേട്ട ഫസ്റ്റ് ടൈം വർക്ക് ചെയ്യുന്നത് ദിലീപേന്റെ കൂടെ. അതിലും ആ ഡയറക്ടർ രമേശ് താനൂര, രമേശ് ചേട്ടന. അതൊരു എക്സ്പീരിയൻസും. അടിപൊളി മനുഷ്യൻ. ദിലീപേട്ടനൊക്കെ ഇങ്ങനെ പരിചയമില്ല, ആദ്യമായിട്ടല്ലേ പൂജയെല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിലീപേട്ടനൊക്കെ വന്നു. നല്ല കമ്പനിയായി ദിലീപേട്ടനായിട്ട്, പെട്ടെന്ന് കമ്പനിയായി. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു നീ ഏതൊക്കെ പടം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോസഫ്, കുമ്പളങ്ങി നൈറ്റ്സ്, തൊണ്ടി മുതൽ എല്ലാ ഹിറ്റ് പടങ്ങൾ മാത്രം ഞാൻ ദിലീപേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ഫ്ലോപ്പ് ആവറേജ് പടങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഹിറ്റാണല്ലോ. ഞാൻ പറഞ്ഞ ഇതും ഹിറ്റാണ് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് അടുത്ത ദിവസം വന്നിട്ട് നമുക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് ചോദിച്ചു. അഭിനയിക്കാൻ താല്പര്യമില്ല, എന്താ അതിന് ഒരു വില്ലനായിട്ടൊന്ന് ചെയ്തോ. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ അതിൽ ദിലീപേനായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു കട്ടേ ഉള്ളൂ, ചെറുതായാലും നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യമല്ലേ. ഞങ്ങൾ ദിലീപേട്ട ഇറക്കാൻ വേണ്ടി അതിലങ്ങനെ അഭിനയിച്ചു. നല്ല കമ്പനിയായി. അങ്ങനെ ഒരു ഓണ സോങ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു കെട്ട് വാഴയിലും വെച്ചുകൊണ്ട് ദിലീപേട്ട ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കട്ട് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ചെന്ന് ഓടിച്ചെന്ന് വാങ്ങിച്ച് വെച്ചത് ദിലീപേട്ട എന്റെ തോളിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് എടാ അമരവളെ ഇനി ഈ പടത്തിന് ഇല്ലായിരുന്നെങ്കിലേ. ഞാൻ പറഞ്ഞ അല്ല കേട്ടോ, ഞാൻ നമ്മളെ ജോലിയല്ലേ, അതല്ലടാ നേരത്തെ തീർന്നേനായിരുന്നു. അങ്ങനത്തെ കൗണ്ടറാണ്. നമ്മള് മനസ്സിൽ പോലും വിചാരിക്കില്ല. അതുപോലെ ആര് വന്നാലും സെൽഫി എടുക്കാനും, അമ്മമാരൊക്കെ വരുമ്പോഴും ആര് വന്നാലും സ്നേഹത്തോടെ ഭയങ്കര. പിന്നെ വിനീതേട്ടന്റെ അടുത്ത പടത്തിലും നമ്മള് പ്രശാന്തേട്ടനെ കാണണം. അടുത്ത പടത്തില് വിനീതേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹൃദയം ഷൂട്ട് കിടക്കുന്ന ഹൃദയത്തിന്റെ ആർട്ട് ഡയറക്ടർ എന്ന് അശ്വിനിയാണ് വേറെ ആളത്. അപ്പൊ അത് ആ പടം കോളേജ് പടം വേറൊരു
പാറ്റേൺ ആയതുകൊണ്ട് വേറൊരാളായിരുന്നു ആടേറ്റർ. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മളല്ലല്ലോ അപ്പൊ അല്ലായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്നൊരു കോള് ഷാഫിക്ക വിളിച്ചു പറഞ്ഞു, വിനീതേട്ടൻ ചോദിച്ചു നീ പടത്തിന് വരുമെന്ന്. ഞാൻ പറയും എന്ത് ചോദ്യം, കയറിയില്ല, നമ്മൾ അന്ന് തന്നെ ട്രെയിൻ കയറിയില്ല ചെന്നൈയില്. വിനീതേട്ടൻ അങ്ങനെ വിളിച്ചു, അടുത്ത പടത്തിന് വിളിക്കും എന്ന് വിശ്വസിക്കുന്നു. സിനിമയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് വലിഞ്ഞേറി പോകും, ഉറപ്പാണ്. ഇത് കാണണം. ഇനി എന്താണ് ഏറ്റവും വലിയ സ്വപ്നമായിട്ട് എന്താ കാണുന്നത്? അല്ല അങ്ങനെ വലിയ സ്വപ്നമൊന്നുമില്ല. ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ദൈവം സഹായിച്ച് ഇങ്ങനെ എല്ലാവരും ഇവിടെയും വർക്ക് ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളൊരു എയിം മനസ്സിൽ വെച്ചിട്ടൊന്നുമല്ല പോകുന്നത്, നമ്മൾ ഒന്ന് വിചാരിച്ചതല്ലല്ലോ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എയിമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇനി ഒരുപാട് സിനിമകൾ ചെയ്യട്ടെ, ഇനി ഒരുപാട് വീഡിയോകളൊക്കെ വെച്ച് നമ്മൾ കാണും, ഒരു നടനേക്കായിട്ട് കാണട്ടെ. അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ 26-ാം തീയതി ഇറങ്ങും പവി ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടിയൻ ചന്തു ഉണ്ട്, വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ, നമ്മൾ വെടിക്കെട്ട് ടീമിൽ ഇടിയൻ ചന്തു എന്നൊരു പടം നമ്മൾ വർക്ക് ചെയ്തായിരുന്നു. അത് സജീഷ് താമരശ്ശേരിയാണ്. ഈ ഷെഡ്യൂൾസ് ഒക്കെ മാനേജ് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ഒരു പടം ചെയ്ത് അത് തീർത്തിട്ട് അടുത്ത പടത്തിന്, അല്ലാതെ ഒരു പടം ചെയ്ത് പകുതി കഴിഞ്ഞ് അടുത്ത പടത്തിന് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഒരു പടം ചെയ്ത് ആ പടം അങ്ങനെ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരു വർഷം കുറെ പടം ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന പടങ്ങൾ പൂർത്തീകരിച്ചിട്ടേ പോകും. നീ കുറച്ച് ക്രൂഷ്യലായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ ആർട്ട് ഡയറക്ഷൻ ഒന്നും വേണ്ടത്ര സ്വീകാര്യത ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്കൊണ്ട് 5 വർഷം മുന്നേക്ക് ഇതിലൊന്നും ആരും മൈൻഡ് ഇല്ലായിരുന്നു. ആരാണ് മ്യൂസിക് എന്ന് ചോദിക്കൂലേ, ആരാ എഡിറ്റർ, ആരാണ് ഫൈറ്റ് ചെയ്യുന്നത്, അങ്ങനെ. ഇപ്പൊ ആ ഡയറക്ടർ കാരണം ഒരു ഡയറക്ടർ കഴിഞ്ഞ അടുത്ത പദവി ഡയറക്ടർ അല്ലേ, നിസ്സാര കാര്യമല്ലല്ലോ, ഒരു പടത്തിന്റെ ഫുൾ ഭാരം ഇരിക്കുന്ന ഒരാളല്ലേ. ഇപ്പൊ എല്ലാരും അംഗീകരിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ ആർട്ട് ഒരു ആർട്ട് ഡയറക്ടറിന്റെ കീഴിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഒരു സപ്പോർട്ടാണല്ലോ ഒരു പടത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ. അല്ല ആർട്ട് ഡയറക്ടർ മാത്രം വിചാരിച്ചാൽ ഡയറക്ടർ മാത്രം വിചാരിച്ച ഒരു സിനിമ ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യാൻ എത്ര ഉണ്ട്, എഡിറ്റർ, മറ്റു അങ്ങനെ കാണാത്ത ആൾ. എനിക്ക് ഈ ഞാൻ ടെക്നീഷ്യനാ. ഇപ്പൊ ഇങ്ങനത്തെ ഇന്റർവ്യൂ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മളും ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അറിഞ്ഞു. ടെക്നീഷ്യൻസിന്റെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ അവരുടെ കുറച്ച് എക്സ്പോഷർ ഒക്കെ വരുന്നത് ഇപ്പോഴാണ്. അതെ ഇപ്പോഴാണ്. അല്ലെങ്കിൽ ചിലവർക്ക് പേര് പറഞ്ഞാൽ അറിയാവുന്നു, ആളറിയില്ലായിരിക്കും. അപ്പൊ ഞാൻ ഫസ്റ്റ് എന്നെ എല്ലാവരും പ്രശാന്ത് തന്നെ പറയും. അപ്പൊ ഞാൻ പ്രശാന്ത് ഒരു സെറ്റ് പേപ്പർ 3 പ്രശാന്ത്, ഞാൻ ചോദിക്കും. അങ്ങനെയാണ് ഞാൻ അമരവിളയിലേക്ക് പറഞ്ഞ സ്ഥലപ്പേര് വെച്ച് അങ്ങനെ എല്ലാവരും അമരവിള അല്ലെങ്കിൽ അമരു. നാട്ടിൽ പ്രശാന്ത്, സിനിമയിൽ മൊത്തം അമരവിളയാണ്. ഒരു നാടിനെ തന്നെ സിനിമയിൽ നിൽക്കുന്നത്. പ്രശാന്ത് വിളിച്ചാൽ ഞാൻ വിളിയും കേൾക്കൂല. ഇപ്പൊ ഇവിടെ വിളി കേട്ടാൻ പറ്റുള്ളൂ. അതെങ്ങനെ മാനേജ് ചെയ്യും? മനഃപൂർവ്വം മിണ്ടൂല. കാരണം ഒരാള് പ്രശാന്ത് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും പ്രശാന്ത്. ആദ്യമൊക്കെ ഞാൻ അവരോട് വിളിപ്പിക്കാൻ വേണ്ടി കുപ്പിയേരെടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ പേരൊന്ന് അറിയാൻ വേണ്ടി. പ്രണവയ്ക്ക് എന്താ വിളിക്കുന്നേ? അമരു. അവരെല്ലാ ഗ്യാങ് മൊത്തം അമര എന്നൊക്കെ വിളിക്കും. കാരണം ആശ മൈക്ക് വഴി വിളിക്കുമ്പോ പിന്നെ ശീലവും കേട്ടിട്ട് ശീലാവും. അങ്ങനെ അമരവള എന്നുള്ളതായത്. ഓക്കെ, അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഒരുപാട് സിനിമകളിൽ കാണാം. വീണ്ടും ഞാൻ വരാം തീർച്ചയായിട്ടും. ശരി, ഓക്കെ.